നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നഗരസഭാ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. പാനൂർ നഗരസഭ ഓഫീസ് കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വടകര MP ഷാഫി പറമ്പിൽ നിർവഹിച്ചു. നാസർ മാഷോട് ചോദിക്കുക, ഈ പറയുന്ന ക്ലീൻലിനെസിന്റെ ഒക്കെ കാര്യത്തിൽ ഓരോ ചുവട് നാട് വെക്കുന്നതും നാട്ടിലെ ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ചുണ്ടാകുന്ന എല്ലാവർക്കും നാട് വൃത്തിയുള്ളതായി കാണാൻ ആഗ്രഹവും അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടതിനെ സംബന്ധിച്ചും സ്വതവേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നൊരു കാലമാണ്. അത് ഫണ്ടിന്റെ ലഭ്യതയെ സംബന്ധിച്ചാണെങ്കിലും പ്ലാൻ ഫണ്ടിൽ നിന്നും ഉൾപ്പെടെയുള്ള നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെയുള്ള ഫണ്ടിന്റെ ലഭ്യത, ബജറ്റ് വിഹിതത്തിന്റെ പ്രഖ്യാപനങ്ങൾ പ്രൊജക്റ്റുകളായി മാറുമ്പോൾ അവിടെ ഫണ്ടിന്റെ വെട്ടിക്കുറവ് വരുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പല പ്രയാസങ്ങൾ മുമ്പിൽ വന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഈ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നത്തിന്റെ തറക്കല്ലാണ് നമ്മുടെ ശിലാസ്ഥാപനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കയറിയിറങ്ങുന്ന സ്ഥലമാണ്. പാനൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. സ്വപ്നം അത് ചിറക് വിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പാനൂർ നഗരസഭയുടെ ചിരകാല സ്വപ്നമായ ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മവേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പാനൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം നമ്മുടെ സ്വന്തം സ്ഥലത്ത് 16,500 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള രീതിയിൽ 5 നിലയിൽ ബേസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ 16,500 സ്ക്വയർ ഫീറ്റ് വിസ്തീർത്തിയിലാണ് ബേസ്മെന്റ് അടക്കം 5 നിലകളിലായി ഓഫീസ് നിർമ്മിക്കുന്നത്. 6,87,25,000 രൂപയാണ് എസ്റ്റിമേറ്റ് തുക. ബേസ്മെന്റിൽ വാഹന പാർക്കിംഗ്, ഗ്രൗണ്ട് ഫ്ലോറിൽ കൺസൾട്ടിംഗ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിവയും, ഫസ്റ്റ് ഫ്ലോറിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരുടെ റൂമും, ഫ്രണ്ട് ഓഫീസ്, റവന്യൂ സെക്രട്ടറി, ജനറൽ സെക്ഷനും പ്രവർത്തിക്കും. സെക്കൻഡ് ഫ്ലോറിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും കുടുംബശ്രീ, തൊഴിലുറപ്പ്, NULM വിഭാഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കുള്ള റൂമുകളും സജ്ജീകരിക്കും. 3ാമത്തെ നിലയിൽ കൗൺസിലിംഗ് ഹാളും ലിഫ്റ്റ് സൗകര്യവും ഹെൽപ്പ് ഡെസ്കും കോഫി ഷോപ്പും ഫീഡിംഗ് റൂമും ഉണ്ടാകും. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജേഷ് മാസ്റ്റർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷിക ജുംന, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി, മുൻ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ, കൗൺസിലർമാരായ പ്രീത അശോക്, NA കരീം, M രത്നാകരൻ, PPS സലാം, V സുരേന്ദ്രൻ മാസ്റ്റർ, KK ബാലൻ, P ദിനേശൻ, അഷ്റഫ് ഫൂക്കോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ സ്വാഗതവും പാനൂർ നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടന ചടങ്ങ് LDF ബഹിഷ്കരിക്കുകയും BJP പങ്കെടുക്കുകയും ചെയ്തു. സമഗ്ര ന്യൂസ് പാനൂർ.